ഗായ്സ്, ഇന്നൊരു പുതിയ വീഡിയോ ആണ്. എൻ്റെ യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും തിര വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വെഡ്ഡിങ് വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. അതും ഞങ്ങളുടെ കൊല്ലത്ത് നിന്ന് കോഴിക്കോട് കല്യാണത്തിന് പോകുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഗായ്സ്, രാത്രി 8:30 ആയപ്പം ഞാനും ഈ വെഡ്ഡിങ്ങിൻ്റെ തന്നെ പ്രധാന കഥാപാത്രമായ നമ്മുടെ കല്യാണ പെണ്ണും കൂടി കൊല്ലം കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. കോഴിക്കോട്ട് പോകാൻ വേണ്ടി ട്രെയിൻ ബുക്ക് ചെയ്ത് സ്ലീപ്പർ ആയിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. വെയിറ്റ് ചെയ്യുകയാണ് ഗായ്സ്. നമ്മുടെ കല്യാണ പെണ്ണ് പാറു. എന്തിനാ ടെൻഷൻ? 8:30 മലബാർ എക്സ്പ്രസ് ആയിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തത്. പക്ഷേ ട്രെയിൻ വന്നപ്പോഴത്തേക്കും 8:45. അപ്പോൾ ഗൈസ്, ട്രെയിൻ വന്ന് ട്രെയിനിൽ കയറി സൈഡ് സീറ്റ് ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. 31, 32 ആയിരുന്നു നമ്പർ. സീറ്റ് ഒന്ന് കണ്ടുപിടിക്കാൻ ആദ്യം കുറച്ച് കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ സീറ്റൊക്കെ കിട്ടി. രാത്രി ആയതോടെ ഒരാൾ താഴെയും ഒരാൾ മുകളിലായിട്ട് കിടന്ന്. പിന്നെ രാവിലെ 6 മണിയായപ്പോൾ കോഴിക്കോട് വടകരയിൽ സ്റ്റേഷനിൽ എത്തിയിരുന്നു. പിന്നെ അവിടെ ഇറങ്ങി ഞങ്ങളെ വിളിക്കാൻ വരുന്നവരെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേക്കും അവർ എത്തിയിരുന്നു. കാറിലായിരുന്നു വന്നത്. ഇതാണ് ഗൈസ് കല്യാണ ചെറുക്കൻ. കൊല്ലം ടു കോഴിക്കോട് നല്ല ലോങ് ആയതുകൊണ്ട് ഞങ്ങൾ ഒരു ദിവസം മുന്നേ എത്തിയത്. നാട്ടിൽ നിന്നും എല്ലാവരും ടൂറിസ്റ്റ് ബസ്സിൽ ഇന്ന് നൈറ്റ് അവിടെ നിന്ന് തിരിക്കും. നാളെ രാവിലെ ഇവിടെ എത്തുള്ളൂ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഞങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് വെച്ച റൂമിലേക്കായിരുന്നു. വടകര പേരാമ്പ്രയിലെ ആര് എന്ന ടൂറിസ്റ്റ് ഹോമിലായിരുന്നു റൂം ബുക്ക് ചെയ്ത് വെച്ചിരുന്നത്. ഇതാണ് ഗൈസ് എടുത്ത റൂം. അവളുടെ മേക്കപ്പും കാര്യങ്ങളും എല്ലാം ഈ റൂമിൽ വെച്ചാണ് ചെയ്യുന്നത്. അങ്ങനെ റൂമിൽ കയറി മിറർ ഗ്ലാസ് കണ്ടപ്പോൾ തന്നെ ഞാൻ ഷോ ഓഫ് തുടങ്ങി. പിന്നെ പല്ലൊക്കെ തേച്ചിട്ട് നേരെ താഴോട്ട് പോയി ഫുഡ് കഴിക്കാനായിട്ട്. പേരാമ്പ്രയിൽ തന്നെയുള്ള ഹോട്ടൽ എംബസിയിലായിരുന്നു ഞങ്ങൾ ചെന്നത്. അവിടെ ഇഡലിയും അപ്പവും പിന്നെ എന്തൊക്കെയോ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ദോശ ഉണ്ടായിരുന്നു. ദോശ പക്ഷേ ഒരാൾക്കേ ഉള്ളായിരുന്നു. പിന്നെ അവൾ ദോശ വാങ്ങിച്ച്, ഞാൻ ഇഡലി വാങ്ങിച്ച്. പിന്നെ ആ ചേട്ടനും പിന്നെ ചേട്ടൻ്റെ ഒരു കസിനും ഉണ്ടായിരുന്നു. അവർ അപ്പമാണ് വാങ്ങിച്ചത്. പിന്നെ അതൊക്കെ കഴിച്ച് ഞങ്ങളിത് ആ ഹോട്ടലിൽ നേരെ ഇറങ്ങി. കുഴപ്പമില്ല, കോഴിക്കോട് ചെന്നിട്ട് ആദ്യത്തെ ഫുഡായിരുന്നു അത്. അങ്ങനെ കുഴപ്പമില്ല, നമ്മൾ നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന പോലെ ഒരു ഇഡലി പിന്നെ ചായയും കുടിച്ചായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങളെ റൂമിലോട്ട് വിടാനായിട്ട് പോകും. അങ്ങനെ റൂമിൽ ചെന്ന് നല്ല സുഖമായിട്ട് നല്ലതുപോലെ കിടന്നുറങ്ങി കുറേ മണിക്കൂർ. അങ്ങനെ ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഫുഡ് കഴിക്കാനായിട്ട് വീണ്ടും വിളിച്ച് അങ്ങനെ റെഡിയായത് ആ മിറർ ഗ്ലാസിൻ്റെ മുന്നിൽ വീണ്ടും ഷോ ഓഫ് തുടങ്ങി. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി ചെന്ന്. ചേട്ടൻ വന്നിട്ടില്ലായിരുന്നു, കല്യാണ ചെറുക്കൻ വന്നിട്ടില്ലായിരുന്നു. അവരുടെ 2 കസിൻസ് ആയിരുന്നു, ചേട്ടൻ്റെ 2 കസിൻസ് ആയിരുന്നു ഞങ്ങൾ വന്നത്. അപ്പം ഞങ്ങൾ വേറെ ഹോട്ടലായിരുന്നു കയറിയത്. അവിടെ ഞങ്ങൾ ചെന്ന് ഓർഡർ ചെയ്തു. ഞാനും അവളും ഫ്രൈഡ് റൈസ് ആയിരുന്നു ഓർഡർ ചെയ്തത്. അവർ രണ്ടുപേരും ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തത്. അങ്ങനെ ഞങ്ങളിതാ ഹോട്ടലിൽ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഇതാ ഫുഡ് വന്നു ഗൈസ്. അപ്പോൾ ഫ്രൈഡ് റൈസ് അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, കഴിക്കാൻ പറ്റി. പിന്നെ അവർ ഫുഡൊക്കെ കഴിച്ച് ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങളിതാ വീണ്ടും റൂമിലോട്ട് കൊണ്ടുവിടാൻ പോവുകയാണ്. നമ്മളെടുത്ത റൂമിൻ്റെ തന്നെ തൊട്ടടുത്തല്ല കുറച്ചൊന്നും നടക്കാൻ വേണ്ടിയുള്ള ദൂരം ഉള്ളായിരുന്നു ഹോട്ടലിലോട്ട്. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിതാ അവരെ കൊണ്ടുവിട്ടു റൂമിൻ്റെ അടുത്ത്. അപ്പോൾ റൂമിലോട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ റൂമിൽ വന്നേക്കുകയാണ്. റെസ്റ്റാണ് ഇന്ന് ഫുള്ള് ഡേ എല്ലാം റെസ്റ്റാണ്. ഇന്ന് ഫുള്ള് ഉറക്കവും കാര്യങ്ങളൊക്കെയാണ്. നാളെ രാവിലെ 5 മണിക്ക് അവളെ മേക്കപ്പ് ചെയ്യാനായിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് വരും. അപ്പം ഞങ്ങൾ അതുവരെ ഇന്ന് ഫുള്ള് ഉറക്കവും കാര്യങ്ങളൊക്കെ. ഫുഡൊക്കെ കഴിച്ച് വേറൊക്കെ നിറഞ്ഞ് ഇതാ ഇവിടെ റൂമിൽ വന്നിരിക്കുകയാണ്. അവിടെ ഇന്ന് TV കാണുകയാണ്. പിന്നെ കുറച്ച് നേരം ഉറങ്ങണം. അങ്ങനെ കാര്യങ്ങൾ. ഇതുവരെ ഉറക്കമായിരുന്നു. ഇന്നലെ ട്രെയിനിൽ വന്നതിൻ്റെ കുറച്ച് യാത്രാ ക്ഷീണമൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ല ഉറക്കമായിരുന്നു. പിന്നെ അവിടെ നിന്ന് എണീറ്റാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയത്. അപ്പോൾ ഓക്കെ, ഇത്രയുള്ള. ഇനി ബാക്കി ഇതിൻ്റെ പുറകിനായിട്ട് ഇങ്ങനെ തുറന്ന് ഓരോ വീഡിയോ കാണാം. അങ്ങനെ കുറച്ചു നേരം TV ഒക്കെ കണ്ടൊന്ന് ഇറങ്ങി കിടന്നപ്പോഴാണ് നമ്മുടെ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് പുടവ കൊടുക്കൽ ചടങ്ങിന് കുറച്ച് ആൾക്കാർ വരുന്നെന്ന് അറിഞ്ഞ്. പിന്നെ അതിനുവേണ്ടി റെഡി ആയിട്ട് ഇതാണ് പുടവ കൊടുക്കൽ ചടങ്ങ്. അപ്പം ചെറുക്കൻ്റെ പെങ്ങളും കുറച്ച് ആൾക്കാരും, അമ്മ വരത്തില്ല, ചെറുക്കനും വരത്തില്ല, ബാക്കി എല്ലാവരും അവിടെ ബന്ധുക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നമ്മുടെ റൂമിലോട്ട് വന്നിട്ട് പിറ്റേന്ന് പെണ്ണിന് ഉടുക്കാനുള്ള സാരിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ. അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ ബാഗ് ഒന്ന് കൈമാറുന്ന ചടങ്ങാണ് ഈ പുടവ കൊടുക്കൽ. അപ്പം പെണ്ണിനുള്ള സാരി, മേക്കപ്പ്, എന്തെങ്കിലുമൊക്കെ സ്പ്രേ, അങ്ങനെ കുറച്ച് ബ്ലൗസ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് നമ്മുടെ ഈ ബാഗിനകത്തുള്ളത്. പിന്നെ അതൊക്കെ കൊടുത്ത് ആ ചടങ്ങൊക്കെ കഴിഞ്ഞ് അവരെ ഒന്ന് പറഞ്ഞു വിട്ടപ്പോഴാണ് പിന്നെ അടുത്ത ആൾ വന്നത്, നമ്മുടെ മെഹന്തി ഇടുന്ന ചേച്ചി. അതും സമയം 9 മണിയായി അപ്പോഴത്തേക്കും. പിന്നെ ഈ ചേച്ചിയുടെ പേരാണ് ആതിര. അപ്പോൾ എൻ്റെ പേര് തന്നെയായിരുന്നു ഈ ചേച്ചിക്ക്. പിന്നെ അതുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല, നല്ല കമ്പനി ആയിരുന്നു. പാവം ഒരു ചേച്ചിയായിരുന്നു. നല്ല വന്നപ്പം തന്നെ നല്ലോണം സംസാരിക്കുകയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. നല്ല കമ്പനി ആയിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറേ ടൈം എടുക്കേണ്ടി വന്നു മെഹന്തി ഇടാനായിട്ട്. ഇതായിരുന്നു അതിൻ്റെ ഫൈനൽ ലുക്ക്. നല്ലതുപോലെ ഇട്ടിരുന്നു ചേച്ചി. എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടിരുന്നു.
അപ്പം തന്നെ ഒരു 2 മണിയോളമായി, 9 മണിക്ക് തുടങ്ങുന്നത്. പരിപാടി എന്ന് വെച്ചാൽ 4:30 ആകുമ്പോൾ തന്നെ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വരും. പിന്നെ ഉറക്കമൊക്കെ കണക്കായിരുന്നു ഗൈസ്. കറക്റ്റ് ടൈമിൽ തന്നെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവരെത്തിയിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഗൈസ് മേക്കപ്പ് ആർട്ടിസ്റ്റ്. അപ്പം അമ്മയും മോളുമാണ്. രണ്ടുപേരും നല്ല കമ്പനിയായിരുന്നു. വന്നപ്പം മുതൽ ഓരോ കാര്യങ്ങളും ചോദിക്കുകയും പറയുകയും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. സമയം പോകുന്നത് അറിയുന്നില്ലായിരുന്നു. പിന്നെ അവരുടെ ജോലി ചെയ്തുകൊണ്ട് തന്നെ ആയിരുന്നു അവർ ഓരോന്ന് ചോദിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ സംസാരിച്ച് കോഴിക്കോടുള്ള എല്ലാവരും എന്നോട് നല്ല കമ്പനിയായിരുന്നു. അപ്പം ടൈം പോയാൽ അറിഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞു. സത്യ ഗൈസ്, ടൈം പോയിരുന്നു, പെട്ടെന്നായിരുന്നു ടൈം പോയിരുന്നത്. പിന്നെ എങ്ങനെയൊക്കെയോ പെട്ടെന്ന് റെഡി ആക്കേണ്ടി ഞങ്ങൾ ആ അമ്പലത്തിലെത്തി. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു അവളെ കാണാൻ. അവൾക്ക് പറ്റിയ മേക്കപ്പ് ആയിരുന്നു ഇട്ടിരുന്നത്, നല്ലതുപോലെ ഒരുക്കി അവർ. അപ്പം ഗൈസ്, നമ്മുടെ നാട്ടിലുള്ള അമ്മമാരും അച്ഛന്മാരും എല്ലാം തലേന്ന് ബസ് കയറുമെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പം പിറ്റേന്ന് ആ അമ്പലത്തിലെത്തിയിരുന്നു. പിന്നെ ഞാൻ റെഡിയായിരുന്നു ഗൈസ്. എൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല റെഡിയാവുന്നതിൻ്റെ. ഇതായിരുന്നു ഫോട്ടോസ് കുറച്ച് കാണിച്ചു തരാം. അപ്പം ഈ അമ്പലത്തിൽ വെച്ചാണ് കല്യാണം നടക്കുന്നത്. പിന്നെ ചെറുക്കൻ്റെ വീട്ടിൽ നിന്നും അച്ഛനും അമ്മയും ബന്ധുക്കാരും നാട്ടുകാരും ഒക്കെ വന്നിരുന്നു. ഇതാണ് നമുക്ക് കുറച്ച് നേരം കല്യാണം വീഡിയോസൊക്കെ നമുക്ക് കുറച്ച് നേരം കാണാം. ഇല്ലത്തെ കൂട്ടല്ലായിരുന്നു അവിടുത്തെ കല്യാണം, വ്യത്യസ്തമായിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ നോക്കി ഇങ്ങനെ നിന്നപ്പോഴാണ് ഒരു മിറർ ഗ്ലാസ് കണ്ടത്. പിന്നെ അവിടെ പോയി ഷോ ഓഫ് കഴിഞ്ഞ് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ കൊല്ലത്തുനിന്ന് വന്ന വണ്ടി കയറി ഇരിക്കുകയാണ്. അത് ചെറുക്കൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു സദ്യ. നമുക്ക് നേരെ അങ്ങോട്ട് പോകണമായിരുന്നു. ഞങ്ങളുടെ അവിടെ കൊല്ലത്ത് നമ്മൾ കല്യാണം കഴിഞ്ഞ് എവിടെയാണോ ആ അമ്പലത്തിൽ തന്നെ ആയിരുന്നു സദ്യ കഴിച്ച് പിരിയുന്നത്. പക്ഷേ അല്ലേ ഓഡിറ്റോറിയത്തിൽ. പക്ഷേ ഇവിടെ നേരെ തിരിച്ചായിരുന്നു. നമ്മൾ കല്യാണം മാത്രമേ അമ്പലത്തിൽ കൂടത്തുള്ളായിരുന്നു. പിന്നെ സദ്യയൊക്കെ നമ്മൾ ചെറുക്കൻ്റെ വീട്ടിൽ പോയായിരുന്നു കഴിക്കേണ്ടത്. അപ്പോൾ കോഴിക്കോട് ആയതുകൊണ്ട് തന്നെ നല്ല കയറ്റവും ഇറക്കുമായിരുന്നു. റോഡിന് കുറച്ച് അകത്തോട്ട് നടക്കേണ്ടതുകൊണ്ട് തന്നെ ഞങ്ങൾ നടന്ന് ചെറുക്കൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ എത്തിയേക്കായിരുന്നു. അവർ ഫുഡിനായിട്ടുള്ള ഒരു പന്തലാണ് ഈ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. കാരണം ചെറുക്കനും പെണ്ണും അകത്ത് കയറാതെ നമുക്ക് കയറാൻ പറ്റില്ലല്ലോ. ഇതാണ് ചെറുക്കൻ്റെ വീട്ടിലേക്കുള്ള വഴി. പിന്നെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. പെണ്ണിൻ്റെ അമ്മയുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. പിന്നെ ചെറുക്കനും പെണ്ണും നടന്നു വന്നപ്പം ചെറുക്കൻ്റെ കൂട്ടുകാരന്മാർ ചെറുക്കനിട്ടൊരു പണി കൊടുത്ത് അവളെ എടുത്തുകൊണ്ട് കയറ്റണമെന്നും പറഞ്ഞ് ആ വഴി തന്നെ നല്ല കയറ്റമായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിലെത്തി. വീട്ടിൽ ചെന്ന് അവിടെ ചെന്നപ്പോഴാണ് അടുത്ത ചടങ്ങ്. വീട്ടിലോട്ട് അവളെ കയറ്റുന്ന ചടങ്ങായിരുന്നു. വിളക്ക് കൊടുത്ത് കയറ്റുന്ന ചടങ്ങായിരുന്നു. ചെറുക്കൻ്റെ അമ്മ, അതായത് അവളുടെ അമ്മായിയമ്മ അവിടെ നിന്ന് വിളക്കും പിടിച്ചുകൊണ്ട് ഇപ്പോണ്ട്. പിന്നെ അവളെ കയറ്റുന്ന ആ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ നിന്നു. പിന്നെ അവൾക്ക് വിളക്ക് കൊടുത്ത് അവളെ അകത്തോട്ട് കയറ്റി. അതൊക്കെ കഴിഞ്ഞ് നല്ല വിശപ്പുണ്ടായിരുന്ന ഒരു 2 മണിയോളം ആയി കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്നപ്പം തന്നെ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയപ്പോഴാണ് അവിടെ ഒരു പോസ്റ്റർ കണ്ടത്. കൂട്ടുകാരന്മാരെ കൊടുത്ത പണി തന്നെയാണ് അത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഗൈസ്, പിന്നെ അടുത്തയായിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കോഴിക്കോട് സദ്യ കഴിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റൂമിലോട്ട് വന്നപ്പോഴാണ് ഗൈസ് അവളെ റിസപ്ഷനുള്ള മേക്കപ്പ് ചെയ്യുന്നത്. നമ്മുടെ പഴയ ചേച്ചിമാരായതുകൊണ്ട് തന്നെ പിന്നെ അവിടെ കുറച്ച് നേരം നിന്ന് കാര്യമൊക്കെ പറഞ്ഞ്. അപ്പോൾ അവൾ ലെഹങ്കയായിരുന്നു ഇടുന്നത്. ഹെയർ സ്റ്റൈലും വേറൊരു രീതിക്കായിരുന്നു. റിസപ്ഷൻ ഹെയർ സ്റ്റൈലായിരുന്നു അവൾക്ക് ഇട്ടിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഗൈസ് ഇതാണ് അവളുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ചെക്കനും പെണ്ണും റെഡി ആയിട്ട് റിസപ്ഷൻ ഏരിയയിലോട്ട് വന്ന്. അപ്പോൾ അവിടെ കുറച്ച് നേരം പിന്നെ വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ, കുറച്ച് ഫോട്ടോസും കാര്യം ക്യാമറക്കാർ വിടില്ലെന്ന് അറിയാമല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും. ഇതായിരുന്നു പെണ്ണിൻ്റെ അമ്മയും അച്ഛനും. ഞങ്ങൾ തിരിച്ച് കൊല്ലത്തേക്ക് തിരിക്കാനായിട്ട് ഇറങ്ങി. അപ്പം യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയാണ് ഗൈസ്. കാരണം ഞങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഇറങ്ങിയാലേ ഞങ്ങൾക്ക് പിറ്റേന്ന് ഒരു 8 മണിക്ക് മുന്നെങ്കിലും, പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് മുന്നെങ്കിലും എത്താൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും അവിടെയുള്ള എല്ലാവരോടും കാര്യങ്ങളും ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ആരുമില്ലായിരുന്നു വേറെ, ആരുമില്ലായിരുന്നു വേറെ, പിന്നെ ഒറ്റയ്ക്കായി വേണ്ട. കുഴപ്പമില്ല ചേട്ടാ, പോവാണ്. ഓക്കെ, ബൈ. ടാറ്റയും ബൈയൊക്കെ പറഞ്ഞ് നാട്ടിലേക്ക് തിരിക്കാൻ വേണ്ടി ഞങ്ങളിതാ ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ബസ്സിൽ വരുന്ന എല്ലാവരും ഫ്രണ്ടിൽ പോകുക. ഇത്രയും പേരായിരുന്നു ഞങ്ങളുടെ ബസ്സിലുള്ളത്. അപ്പോൾ എല്ലാവരും ആ വഴി കൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് കയറ്റം ആയതുകൊണ്ട് തന്നെ റോഡ് നല്ല ഇറക്കമായിരുന്നു. നമ്മൾ നടക്കേണ്ട ആവശ്യമില്ലായിരുന്നു, തനിയെ അങ്ങ് പോകുമായിരുന്നു റോഡിൽ കൂടെ. പിന്നെ നടന്ന് ആ റോഡ് അറ്റം വരെ നടന്ന് ഇറങ്ങിയപ്പോൾ ആ റോഡ് എത്തിയപ്പം തന്നെ നല്ല മഴ പെയ്തിരുന്നു. 6:30 ആയപ്പം തന്നെ ബസ് അവിടെ എത്തിയിരുന്നു. പിന്നെ ആ മഴയത്ത് ഓടി കയറി ബസ്സിലോട്ട്. അപ്പോൾ ഗൈസ്, കോഴിക്കോട് നിന്നും കൊല്ലം ഞങ്ങളുടെ നാട്ടിലോട്ട് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. 6:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കല്യാണത്തിൻ്റെ തിരക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പം തന്നെ ബസ്സിലുള്ള ചേട്ടന്മാരൊക്കെ നല്ല ഡാൻസും
പാട്ടുമൊക്കെ ആയിരുന്നു തിരിച്ച് നമ്മൾ യാത്ര തിരിച്ചപ്പം പിന്നെ ഒന്നും നോക്കിയില്ല ഗൈസ്. ഞാനും ഇറങ്ങി പാട്ട് കേട്ട് കുറച്ച് നേരമൊക്കെ പിടിച്ചിരുന്നു. പക്ഷെ അധിക നേരമൊന്നും എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാനും ഇറങ്ങി ഗൈസ് ഡാൻസ് കളിക്കാനായിട്ട്. ഡാൻസൊക്കെ കഴിഞ്ഞ് നല്ല ക്ഷീണമായതുകൊണ്ട് പിന്നെ 2 ദിവസത്തെ ഉറക്കം ഉണ്ടായതുകൊണ്ട് തന്നെ ബസ്സിനകത്ത് കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. അപ്പം നൈറ്റിലുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ അതുമല്ല ബസ് ഓടുന്നതുകൊണ്ട് നല്ല ഇരുട്ടുമായിരുന്നു. അപ്പം ഗൈസ് കൊല്ലം ടു കോഴിക്കോട്, കോഴിക്കോട് ടു കൊല്ലം വെഡ്ഡിംഗ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഗൈസ്.